അപ്പോൾ ഇന്ന് നമുക്ക് ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം, അഥവാ കോണ്. സോ നമുക്കതിന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണ്ടേ. അപ്പോൾ ടീച്ചർ ദേ ഇവിടെ കുറേ കുത്തുകൾ ഇട്ടു. ഇതൊക്കെ എന്താണ്? കുത്ത് അഥവാ ബിന്ദു അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണല്ലേ. അപ്പോൾ ഈ പോയിൻറ്റ്സിന് നമുക്ക് പേര് കൊടുക്കണ്ടേ. അപ്പോൾ മിസ് ഇതേ പേര് കൊടുക്കുകയാണ്. ഇതിന് എ എന്ന് കൊടുത്തു, ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു, ഡി എന്ന് കൊടുത്തു, ഇ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ എല്ലാ കുത്തിനും പേര് കൊടുത്തു. അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ ഈ കുത്തിൻ്റെ പേര് ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, ഡി. പക്ഷേ ഇ എന്ന് കൊടുത്ത പേര് തെറ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ ഇ എന്ന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലേ കുത്തിൻ്റെ പേര് ശരിയാവും. കുത്തിന് പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. ഇനി മറക്കരുത്. അപ്പോൾ ഇത് തെറ്റാണല്ലേ. അപ്പോൾ മിസ്സ് ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. അതായത് ഒരു കുത്ത്, അതേ കുത്തിന് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് പേര് കൊടുത്തപ്പോൾ അതിൻ്റെ പേര് ശരിയായി. അപ്പോൾ കുത്തിന് പേര് കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. അപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മിസ് ദേ ഇവിടെ ഒരു കുത്തിട്ടു, ഇവിടെ അടുത്ത കുത്തിട്ടു. ഇനി ഈ കുത്തിന് ക്യാപിറ്റൽ എ എന്നും ഇതിന് ബി എന്നും പേര് കൊടുത്തു. ഇനി രണ്ട് കുത്തിനെയും കൂടെ അങ്ങ് മിസ് യോജിപ്പിച്ചിട്ടോ. അപ്പോൾ ഈ യോജിപ്പിച്ചപ്പോൾ ഇതിന് പേരെന്താണ്? ഈ എ ബി എന്നത് ഇപ്പം പേരെന്തായി മാറി? ലൈൻ സെഗ്മെൻറ്റ്. എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് എന്നാണ് ഇപ്പോൾ ഈ എ ബിയെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. ആണോ? അതെ, ഒരു ചെറിയ ഭാഗമല്ലേ, ലൈനിൻ്റെ ചെറിയ ഭാഗം, അതാണ് ലൈൻ സെഗ്മെൻറ്റ്. ഇനി മിസ് ഇവിടെ വേറെ ഒരു കുത്തിടുകയാണ് കേട്ടോ. കുത്തിട്ടു, സി എന്ന കുത്തിട്ടു. പക്ഷേ ഈ കുത്ത് ഇന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത കുത്തിൽ നിൽക്കുന്നില്ല, ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മിസ് ഇതിനെ റേ എന്ന് വിളിക്കാൻ പോവാണ്. എന്താണ്? റേ എന്ന് വിളിച്ചു. ഇനി നോക്കിക്കേ, ഇങ്ങനെ വര പോവാണ്. ഇത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിനെ മിസ് എന്ത് പേരാണ് വിളിക്കുന്നത്? അതിനെയാണ് മിസ് ലൈൻ, LINE, ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? നോക്കിക്കേ, അതായത് എന്തിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെൻ്റ് എന്ന് മിസ് വിളിച്ചത്? ഏതിനെയാണ്? അതായത് എ എന്ന ബി എന്ന രണ്ട് പോയിൻറ്റിനെ മിസ് കൂട്ടി യോജിപ്പിച്ചില്ലേ, അതിനെയാണ് ലൈൻ സെഗ്മെൻ്റ് എന്ന് വിളിച്ചത്. എന്നാൽ എന്താണ് അപ്പോൾ റേ എന്ന് പറഞ്ഞാൽ? റേ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് നിന്ന് പൊക്കോണ്ടിരിക്കാതെ അവസാനിക്കാതെ, അതിനെ റേ എന്ന് വിളിച്ചു. അപ്പോൾ ലൈൻ എന്താ? ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കാല്ലേ, ഒരവസാനം ഉണ്ടോ? ഇല്ല, അതിനെയാണ്. അപ്പോൾ ഇതിനെയാണ് അപ്പോൾ മിസ് ലൈൻ എന്ന് വിളിച്ചത്. അപ്പോൾ മനസ്സിലായോ? അപ്പം നമ്മൾ പോയിൻ്റ് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? നോക്കിക്കേ, നമ്മളപ്പോൾ എന്തൊക്കെയോ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത് നോക്കുക. എളുപ്പമല്ലേ? എളുപ്പമാണ്. നമ്മളൊരു കുത്തിട്ടു, അതിനെ ബിന്ദു അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് വിളിച്ചു. ഇനി ഇതേ രണ്ട് കുത്തിനെ അങ്ങ് യോജിപ്പിച്ചപ്പോൾ മിസ് അതിനെന്തെന്ന് വിളിച്ച്? ലൈൻ സെഗ്മെൻ്റ് എന്ന് വിളിച്ച്. ഇനി ഒരു കുത്തുന്ന ലൈൻ അങ്ങ് പൊക്കോണ്ടിരിക്കല്ലേ, അതിന് നമ്മൾ റേ എന്ന് വിളിച്ച്. ഇനി രണ്ട് ഭാഗത്തേക്കും വര അങ്ങ് പൊക്കോണ്ടിരിക്കല്ലേ, അതിനെ ലൈൻ എന്ന് വിളിച്ച്. അപ്പോൾ ലൈൻ സെഗ്മെൻ്റായി, റേ ആയി, ലൈനായി, പോയിൻ്റായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ബേസിക് കാര്യങ്ങളല്ലേ പഠിപ്പിച്ചേ? ആണോ? അല്ലേ? അതെ, അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ചെറിയൊരു കാര്യം, നമ്മൾ ആംഗിൾസ് അഥവാ കോണിലേക്ക് കടക്കുകയാണെങ്കിൽ ചെറിയ കാര്യം കൂടി പഠിപ്പിച്ചോട്ടെ. എന്താണ്? രശ്മി അഥവാ റേ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ മിസ് ഇവിടെ ദേ ഒരു കുത്തിട്ടു. അപ്പോൾ അതേ മിസ് ഇവിടെ ഒരു മിസ് ദേ ഇവിടെ ഒരു കുത്തിട്ടു. ഈ കുത്തുന്നൊരു രശ്മി ഇങ്ങനെ പോവാണ്. നോക്കിക്കേ, കണ്ടില്ലേ? ഇനി ഇതേ കുത്തുന്ന വേറൊരു രശ്മി ഇങ്ങനെ അഥവാ റേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ അപ്പോൾ ഇതിന് അറ്റത്തൊരു കുത്തുണ്ടല്ലേ, പക്ഷേ ഇപ്പോൾ ഇതിന് നമ്മൾ കുത്തെന്നല്ല പറയുക, 2 രശ്മിയുടെ അറ്റത്തുള്ള ഇതിന് നമ്മൾ അഗ്രം എന്ന് പറയും. എന്താണ് അഗ്രം? അഥവാ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇതിനെ ഈ ഭാഗത്ത് നമുക്ക്, ഈ കുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വെർട്ടെക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താ വെർട്ടെക്സ് എന്ന് മക്കൾക്ക് മനസ്സിലായോ? അഥവാ അഗ്രം എന്ന് പറഞ്ഞാൽ 2 രശ്മി ചേരുന്നത്. ഇനി ഈ 2 രശ്മിക്കിടയിൽ ഇത്രയും സ്ഥലമില്ലേ, ഈ സ്ഥലത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇതിനെയാണ് നമ്മൾ ആംഗിൾ അഥവാ കോണെന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ആംഗിൾ എന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ വേർഡ്സ് പഠിച്ചു? മിസ് ഒന്നുകൂടി റിവൈസ് ചെയ്യണേ, നോക്കാം. അപ്പം നമ്മളിന്ന് എന്തൊക്കെ വേർഡ് പഠിച്ചു? മിസ് ഇതേ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പോവാണേ. അപ്പം നമുക്ക് നോക്കാം. ദേ നോക്കിക്കേ, എന്തൊക്കെ പഠിച്ചു? ലൈൻ പഠിച്ചു, റേ പഠിച്ചു, ലൈൻ സെഗ്മെൻറ്റ് പഠിച്ചു, ദെൻ ആംഗിൾ അഥവാ കോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. 2 റേക്കിടയിലുള്ള ഇങ്ങനെയുള്ളതല്ലേ, അതെ. പിന്നെ വെർട്ടെക്സ് എന്താണെന്ന് പഠിച്ചില്ലേ, അതെ പിന്നെ വെർട്ടെക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയാണ് ആംഗിൾസിൽ നമുക്ക് എന്താ അറിയണ്ടേ, ബേസിക്കായിട്ട് അറിയണ്ടേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആംഗിൾസിൽ ബേസിക്കായിട്ട് അറിയണ്ടേ. ഓക്കെ.